പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാംഗോ പുഡിങ്ങാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ബട്ടർ ചേർത്തൊന്ന് മെൽറ്റാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് 4 പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യണേ അങ്ങനെ ചെയ്യാം, വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ഓയിലൊക്കെ ചേർത്ത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ശാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ബട്ടർ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുക, ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും, ബട്ടറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഞാൻ ഇതിലേക്ക് 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് വാനില പൗഡറാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കസ്റ്റാർഡ് മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കസ്റ്റാർഡ് മിക്സ് പിന്നെ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ് എൻ്റെ ആവശ്യമില്ല. ഒരു 1 കപ്പ് പാലിൽ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏകദേശം ഒന്ന് തിക്കായി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓൾമോസ്റ്റ് ഒന്ന് തിക്കായി വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ബദാം, പിസ്ത ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കുന്ന മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാംഗോൻ്റെ പ്യൂരി ചേർത്തെടുക്കേണ്ടതുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ ആരെങ്കിലും വരികയാണെന്നെങ്കിൽ ഒന്നും കൂടി ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. നമുക്കിത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടുള്ള മിക്സ് ഒന്ന് ആദ്യം ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ ബ്രെഡ് ഉണ്ടല്ലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് അത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഈ ഒരു മിക്സിനെ വീണ്ടും ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാംഗോൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി വെച്ചെടുത്തൊന്ന് ഗാർണിഷ് ചെയ്യുക. പിസ്ത, ബദാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ മുകളിലായിട്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതെന്തായാലും ഇനിയിപ്പോൾ ഞാനൊരു പുഡിംഗ് ട്രേയും കൂടി എടുത്തിട്ടുണ്ട്. അതിലും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ ഓൾറെഡി ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇനി നമുക്കിത് ഒരു 3-4 മണിക്കൂർ നന്നായിട്ടൊന്ന് കൂളാകാൻ വെച്ചതിന് ശേഷം ഇതെടുത്ത് കഴിക്കേണ്ടതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. നല്ല ചില്ലായിട്ട് തന്നെ കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ, ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. Probably never